നമസ്കാരം. ആരോഗ്യ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് പനി ബാധിതരുടെ എണ്ണം കൂടുന്നു. ഇന്നലെ മാത്രം ചികിത്സ തേടിയെത്തിയത് 8000 പേർ. മലേറിയ രോഗബാധ വേഗത്തിൽ കണ്ടെത്തുന്നതിന് പുതിയ രക്തപരിശോധനയുമായി ജർമ്മനിയിലെ ഗവേഷകർ. പ്രോസ്റ്റേറ്റ് ക്യാൻസറിന്റെ മൂർച്ഛിച്ച അവസ്ഥയിൽ മരുന്നുപയോഗിക്കുന്നതിന്റെ ഫലം ലഭിക്കുന്നുണ്ടോ എന്നറിയാൻ പുതിയ രക്തപരിശോധനയുമായി ഗവേഷകർ. സംസ്ഥാനത്ത് പനി ബാധിതരുടെ എണ്ണം കൂടുന്നു. ചികിത്സ തേടി ആശുപത്രികളിൽ എത്തുന്നവരുടെ എണ്ണം ദിനം പ്രതി കൂടുകയാണ്. പനിയുമായി 8010 പേർ സംസ്ഥാനത്തിന്റെ വിവിധ ആശുപത്രികളിൽ ഇന്നലെ മാത്രം ചികിത്സ തേടിയെത്തിയെന്നാണ് സർക്കാർ കണക്കുകൾ. ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങളുമായി എത്തിയ 174 പേരിൽ 34 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. തൃശൂർ ജില്ലയിലാണ് ഡെങ്കിപ്പനി കൂടുതൽ റിപ്പോർട്ട് ചെയ്തത്. 26 പേർക്കാണ് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്ത് ഇന്നലെ 5 പേർക്ക് H1N1 പനിയും സ്ഥിരീകരിച്ചു. പനി ബാധിച്ച ഇന്നലെ 3 പേരാണ് മരിച്ചത്. മലേറിയ വേഗത്തിൽ കണ്ടെത്തുന്നതിന് പുതിയ രക്തപരിശോധനയുമായി ഗവേഷകർ. നിലവിലെ രീതിയേക്കാൾ വളരെ വേഗമേറിയതും കൃത്യതയേറിയതുമാണിത്. രോഗാണുക്കളെ മൈക്രോസ്കോപ്പിലൂടെ തിരിച്ചറിഞ്ഞുള്ള നിലവിലെ പരിശോധന സമയനഷ്ടമുണ്ടാകുന്നു. പ്രത്യേക സാങ്കേതികവിദ്യ ഉപയോഗിച്ച് രക്തത്തിലെ 30 വ്യത്യസ്ത ഘടകങ്ങളുടെ നിർണ്ണയം നടത്തുന്ന പുതിയ രീതിയാണ് ജർമ്മനിയിലെ മ്യൂണിക്കിലെ ഗവേഷകർ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. മലേറിയ ഉള്ളവരുടെ രക്തത്തിലെ ഘടകങ്ങളും ആരോഗ്യമുള്ളവരുടെ രക്തത്തിലെ ഘടകങ്ങളുമായി താരതമ്യ പഠനം നടത്തി പുതിയൊരു കണക്കുണ്ടാക്കി. അത് കമ്പ്യൂട്ടറിൽ രേഖപ്പെടുത്തി നടത്തിയാണ് പരിശോധന നടത്തുന്നത്. 2015 ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് 4,30,000 പേരാണ് ലോകത്ത് മലേറിയ ബാധിച്ച് മരിച്ചത്. പെട്ടെന്നുള്ള ബോധക്ഷയത്തെക്കുറിച്ചാണ് ആരോഗ്യ വാർത്തകൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം SK ആശുപത്രിയിലെ കൺസൾട്ടന്റ് ന്യൂറോളജിസ്റ്റായ ഡോക്ടർ L. അനീഷാണ്. ഡോക്ടർ, ആരോഗ്യ വാർത്തകളിലേക്ക് സ്വാഗതം. നമസ്കാരം. ഡോക്ടർ, ഈ പെട്ടെന്നുള്ള ബോധക്ഷയം എന്ന് പറയുന്ന ഒരു അവസ്ഥ പേടിക്കേണ്ട ഒരു സൂചനയാണോ? അബോധാവസ്ഥ ഒരു സീരിയസ് അവസ്ഥ തന്നെയാണ്. പലപ്പോഴും പല സിനാറിയോയിലും ഇത് വരാറുണ്ട്. ചെറുപ്രായം മുതൽ നല്ല പ്രായം ചെന്ന വ്യക്തികളിൽ വരെ ഇത് കാണാറുണ്ട്. അപ്പോൾ ഒരു ചെറു മരണം പോലെയാണ് നമ്മൾ ഈ അബോധാവസ്ഥയെ നമ്മൾ സമീപിക്കുന്നത്. കാര്യം ആ സമയത്ത് വ്യക്തിക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് വ്യക്തിക്ക് അറിയില്ല. വ്യക്തി മയങ്ങി പലപ്പോഴും താഴേക്ക് വീഴുന്നു. ഇപ്പം നിൽക്കുന്ന സമയത്താണ് ഇത് സംഭവിക്കുകയാണെങ്കിൽ താഴേക്ക് വീഴുന്നു. അപ്പം ഈ ഒരു മയങ്ങി കിടക്കുന്ന അല്ലെങ്കിൽ ഉറക്കം പോലത്തെ ഒരു അവസ്ഥയാണ് നമ്മൾ അബോധാവസ്ഥ എന്നുള്ള ഒരു വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ലോസ് ഓഫ് കോൺഷ്യസ്നെസ് എന്ന് പറയും. പേഷ്യൻ്റ് ബോധമില്ലാതെ ആശുപത്രിയിൽ വരുന്നു, അല്ലെങ്കിൽ നിന്ന നിപ്പിൽ പെട്ടെന്ന് ബോധം കെട്ടപ്പോൾ ആളുകൾ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഈ പേഷ്യൻ്റ് വരുന്നത്. അപ്പോൾ പലപ്പോഴും ഇപ്പോൾ ഈ അൺകോൺഷ്യസ്നെസ് പല കാരണങ്ങളും കൊണ്ടാണ് വരുന്നത്. ഒരു സിംഗിൾ കാരണം കൊണ്ടല്ല എല്ലാവർക്കും അൺകോൺഷ്യസ്നെസ് വരുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ചെറുപ്രായത്തിൽ നമ്മൾ ഈ സ്കൂളിലൊക്കെ അസംബ്ലിയിൽ നിൽക്കുമ്പോൾ കുട്ടികൾ ബോധം കെട്ട് വീഴാറുണ്ട്. പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ടാവും. കുറേ നേരം വെയിലത്തൊക്കെ നിൽക്കുമ്പോൾ വെള്ളമെല്ലാം കറക്റ്റായിട്ട് കുടിച്ചിട്ടില്ലെങ്കിൽ BP കുറഞ്ഞിട്ട് ബോധം കെട്ട് വീഴാം. അപ്പോൾ പല കുട്ടികളും നമ്മൾ ഇങ്ങനെയുള്ള കുട്ടികളെ ഹോസ്പിറ്റലിൽ കൊണ്ടെത്തിക്കാറുണ്ട്. പരിശോധിക്കുമ്പോൾ ഒന്നും വലിയ കുഴപ്പങ്ങളൊന്നും കാണാറില്ല. അപ്പോൾ ഒരു BP കുറഞ്ഞിട്ടുള്ള ഒരു അബോധാവസ്ഥ, സിൻകോപ്പ് എന്ന് പറയുന്ന ഒരു കുഴപ്പമില്ലാത്ത ഒരു വേസോ വെഗൽ സിൻകോപ്പ് എന്നൊക്കെ പറയുന്ന പോലെ, അതായത് ഇപ്പോൾ ശരി ചൂടുള്ള സമയത്ത് ഒരുപാട് ക്രൗഡഡ് ആയിട്ടുള്ള ഒരു സ്റ്റഫി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്നാലോ, ചിലർക്ക് ബ്ലഡ് എടുക്കുന്ന പോലുള്ള ഇമോഷണലി സിവിയറായിട്ട് ഒരു ചേഞ്ച് ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയിൽ BP കുറഞ്ഞിട്ട് ബോധം കെട്ട് വീഴാം. അപ്പോൾ അത് യൂഷ്വലി പ്രശ്നമില്ല. ബോധം കെട്ട് വീണ് തറയിൽ കിടക്കുമ്പോഴത്തേക്ക് തന്നെ കുറച്ച് നേരം കഴിഞ്ഞ് പേഷ്യൻറ്റ് നോർമലായി എഴുന്നേറ്റ് നോർമൽ ഫംഗ്ഷനിലേക്ക് തിരിച്ചു വരാറുണ്ട്. എന്നാൽ ചില സിറ്റുവേഷനിൽ നേരെ ഓപ്പോസിറ്റാണ് അവസ്ഥ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ പ്രായം ചെന്ന വ്യക്തികളൊക്കെ 60-70 വയസ്സിന് മേളിലോട്ടായി ഒരു സ്ട്രോക്കിൻ്റെ ലക്ഷണമായിട്ട് ബോധക്കേട് വരാം. അപ്പോൾ ഒരു കുഴപ്പമില്ല, പ്രത്യേകിച്ചും പ്രശ്നമൊന്നുമില്ലാതെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തി പെട്ടെന്ന് ബോധം കെട്ട് വീഴുന്നു. ഒരു സ്ട്രോക്കിൻ്റെ ലക്ഷണമാണ് അതെങ്കിൽ സംഗതി ചിലപ്പോൾ വളരെ സീരിയസ് ആയിരിക്കും. സ്ട്രോക്ക് എന്ന് പറയുന്നത് തലച്ചോറിൻ്റെ രക്തക്കുഴലുകൾ അടഞ്ഞു പോവുകയോ പൊട്ടുകയോ ഒക്കെ ചെയ്തിട്ട് വരുന്ന അസുഖങ്ങളാണ്. അപ്പോൾ ചില പേഷ്യൻസ് അതിൻ്റെ ആ ലക്ഷണം, അതായത് അബോധാവസ്ഥ എന്നുള്ള ലക്ഷണം ഒരു വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു അസുഖത്തിൻ്റെ അണ്ടർലൈങ് അസുഖത്തിൻ്റെ ലക്ഷണമായിട്ടാണ് നമ്മൾ വെളിയിൽ അറിയുന്നത്. അപ്പം മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോൾ അബോധാവസ്ഥ ഒരു സീരിയസ് ലക്ഷണമാണ്. പക്ഷേ എല്ലാ കേസിലും ഫൈനലി നമ്മൾ ടെസ്റ്റൊക്കെ ചെയ്ത് വരുമ്പോൾ അതൊരു സീരിയസ് എൻറ്റിറ്റി ആകണമെന്നില്ല. ഡോക്ടർ, പൂർണ്ണമായുമുള്ള ഒരു അബോധാവസ്ഥയല്ലാതെ ഈ ബോധത്തിൽ മാറ്റം വരുന്ന ചില അവസ്ഥകളുമില്ലേ? ഈ അബോധാവസ്ഥ എന്ന് പറയുന്നത് തരംതിരിച്ചുള്ള ഒരു ചികിത്സ എങ്ങനെയാണ്?
ഇതൊരു നമ്മളൊരു പേഷ്യൻറ്റിനെ കാണുമ്പോഴും ഡോക്ടേഴ്സ് നോക്കുന്നത് ഇതാണ്, ഈ പേഷ്യൻറ്റിൻ്റെ ബോധത്തിന് എന്താണ് എക്സാക്ട്ലി സംഭവിച്ചിരിക്കുന്നത്, ബോധം തന്നെയാണോ നഷ്ടപ്പെട്ടിരിക്കുന്നത് അതോ മറ്റെന്തെങ്കിലും അവസ്ഥയാണോ? ഇത് ഞാൻ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ പലപ്പോഴും പേഷ്യൻറ്റിന് ഇങ്ങനെ ഒരു വ്യത്യാസം വരുമ്പോൾ പല വാക്കുകൾ കൊണ്ടും നമ്മുടെ രോഗികളോ ഇല്ലെങ്കിൽ ഇത് കണ്ടു നിൽക്കുന്നവരെ ഡിസ്ക്രൈബ് ചെയ്യും. ഇപ്പോൾ തലകറങ്ങി വീണു എന്ന് പലരും പറയും. തലകറങ്ങി വീണു എന്ന് പറയുന്നത് ആളുകൾ ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ ഈ അബോധാവസ്ഥയായിരിക്കാം. അതായത് പേഷ്യൻ്റ് മയക്കത്തിലാണ്, പേഷ്യൻ്റ് നിന്ന നിപ്പിൽ തന്നെ ബോധം കെട്ട് താഴേക്ക് വീണു, ബോധമില്ല ഇല്ലെങ്കിൽ വിളിച്ചാൽ ഉണരുന്നില്ല എന്നുള്ള അവസ്ഥയെ നമ്മൾ സാധാരണ അബോധാവസ്ഥ എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നതെങ്കിലും ചിലർ തലകറങ്ങി വീണു എന്ന് പറയും. നമ്മൾ സ്പെസിഫിക് ആയിട്ട് ചോദിക്കുമ്പോഴായിരിക്കും നമ്മൾ തല കറങ്ങുന്ന, അതായത് ചുറ്റുവട്ടങ്ങൾ എൻവയൺമെൻറ്റ് കറങ്ങുന്ന അവസ്ഥ അല്ല ഞാൻ ഉദ്ദേശിച്ചത്, പേഷ്യൻറ്റിന് മയക്കത്തിലായിട്ട് അതായത് ബോധമില്ലാത്ത അവസ്ഥയാണെന്ന് പിന്നെ ആയിരിക്കും ക്ലാരിഫൈ ചെയ്ത് വരുന്നത്. അപ്പോൾ പലപ്പോഴും ഈ അബോധാവസ്ഥയെ ഡിസ്ക്രൈബ് ചെയ്യുന്ന വാക്കുകളിൽ തന്നെ വ്യത്യാസമുണ്ട്. അപ്പോൾ അത് പലപ്പോഴും ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ നമ്മൾ പേഷ്യൻറ്റിനെ നോക്കി അല്ലെങ്കിൽ റിലേറ്റീവിൻ്റെ ഹിസ്റ്ററി കുറച്ചുകൂടെ ക്ലാരിഫൈ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇതുപോലത്തെ അതായത് അബോധാവസ്ഥ പോലത്തെ വേറെ അവസ്ഥകളുണ്ട്. അതായത് അബോധാവസ്ഥ നമ്മൾ ഉദ്ദേശിക്കുന്നത് പേഷ്യൻ്റ് വിളിച്ചാൽ ഉണരുന്നില്ല, ഉറങ്ങിക്കിടക്കുന്നു, കണ്ണടച്ച് കിടക്കുന്ന അവസ്ഥയാണ് അബോധാവസ്ഥ എന്ന് പറയുന്നത്. ചില കേസസിൽ പേഷ്യൻ്റ് അൺറെസ്പോൺസീവ് ആവുന്നു, പക്ഷേ ഉറക്കത്തിലല്ല. ഒരു ഉദാഹരണം പറയാം. പെട്ടെന്ന് ക്ലാസ്സിലിരിക്കുന്ന കുട്ടി ടീച്ചർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമായിരുന്നു, ടീച്ചറും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്നൊരു 10 സെക്കൻഡത്തേക്ക് അല്ലെങ്കിൽ 5 സെക്കൻഡത്തേക്ക് കുട്ടി ഒന്നും മിണ്ടാതിരിക്കുന്നു. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആൻസർ പറയാനായിട്ട് എഴുന്നേറ്റ് നിന്ന് ആൻസർ പറഞ്ഞു തുടങ്ങിയ കുട്ടി ഒരു 10 സെക്കൻഡ് പകുതി ആൻസർ എത്തിയപ്പോൾ പെട്ടെന്ന് നിന്ന് ഫ്രണ്ടിലേക്ക് മാത്രം ഇങ്ങനെ നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെന്നറിയാതെ കൺഫ്യൂസ്ഡ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് നോക്കുന്നു. ഒരു 10 സെക്കൻഡ് കഴിയുമ്പോൾ വീണ്ടും തിരിച്ച് ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ ബാക്കി പറയാനായിട്ട് ശ്രമിക്കുന്നു. അപ്പോൾ ബോധം കെട്ട് താഴേക്ക് വീണിട്ടില്ല, പക്ഷേ ആ ഒരു 10 സെക്കൻഡ് പേഷ്യൻ്റ് അൺഅവെയറാണ്. അതായത് പേഷ്യൻ്റ് അവിടെ ഇല്ല, പേഷ്യൻ്റെ മനസ്സ് അവിടെ ഇല്ല, പേഷ്യൻ്റ് കറക്റ്റായിട്ട് എൻവയൺമെൻറ്റിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനോ അതിനൊരു റെസ്പോൺസ് കൊടുക്കാനോ പറ്റുന്നില്ല. ഇതൊരു വേരിയേഷനാണ്. അതായത് അൺകോൺഷ്യസ് ആയിട്ടില്ല, പക്ഷേ ആ സമയത്ത് പേഷ്യൻ്റ് അൺഅവെയർ ആകുന്നു. അപ്പോൾ ഇതൊരു വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഇതിനെ നമ്മൾ പേഷ്യൻ്റ് റിലേറ്റീവ്സ് അല്ലെങ്കിൽ പേഷ്യൻ്റെ പാരൻസ്, കുട്ടിയുടെ പാരൻസ് കൊണ്ടുവരുമ്പോൾ അവരിത് ഡിസ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ പല വാക്കുകൾ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ അബോധാവസ്ഥയുടെ കീഴിൽ വരുന്നില്ല, എന്നാൽ ഇച്ചിരി വ്യത്യാസമുള്ള ഒരു സംഗതി. ഇതുപോലെ വേറെയും കുറേ അവസ്ഥകളുണ്ട്. ഇപ്പോൾ പെട്ടെന്ന് നോർമലായിട്ടിരുന്ന ഒരു വ്യക്തി പെട്ടെന്ന് പിച്ചും പെയ്യും പറയാൻ തുടങ്ങുക. അതായത് ബോധം കെട്ട് വീണിട്ടില്ല, പക്ഷേ ഫ്രണ്ടിൽ പാമ്പുകൾ വരുന്നു ഇല്ലെങ്കിൽ എന്നെ അടിക്കാൻ ആരെങ്കിലും വരുന്നു എന്നൊക്കെ പറഞ്ഞ് ബഹളം വയ്ക്കാൻ തുടങ്ങുക. പക്ഷേ ആക്ച്വലി അങ്ങനത്തെ സംഗതികളൊന്നുമില്ല. കുറച്ച് കഴിയുമ്പോഴത്തേക്കും എന്തോ പേടിച്ച് കിടക്കുന്ന പോലെ ഒരു സ്ഥലത്ത് പോയി മിണ്ടാതിരിക്കുക, ഇല്ലെങ്കിൽ ഫ്രണ്ടിൽ ചിത്രശലഭങ്ങളൊക്കെ പറക്കാൻ ശ്രമിക്കുന്നതിനൊക്കെ പിടിക്കാനൊക്കെ പോവുക. അതായത് ഇതിലും അബോധാവസ്ഥയില്ല, പക്ഷേ ഒരു ഓൾട്ടേർഡ് സെൻസോറിയം, ഓൾട്ടേർഡ് ബിഹേവിയർ, ഇതും ഇതിൻ്റെ ഒരു വെറൈറ്റി ആയിട്ട് കാണാറുണ്ട്. പക്ഷെ പലപ്പോഴും നമുക്ക് സീരിയസ് ആയിട്ട് വരുന്ന കാര്യങ്ങളെല്ലാം അവസാനം പേഷ്യൻ്റെ ബോധത്തിൽ, അതായത് ഉണർവ്, നമ്മൾ വിളിച്ചാൽ കണ്ണ് തുറക്കാനായിട്ടുള്ള എബിലിറ്റി, തട്ടി വിളിച്ചാലോ ഇല്ലെങ്കിൽ പേരുറക്കെ വിളിച്ചാൽ കണ്ണ് തുറന്ന് നോക്കി എന്താണെന്ന് തിരിച്ച് ചോദിക്കാനുള്ള എബിലിറ്റി, ഇല്ലെങ്കിൽ നമ്മൾ ശരീരത്തിൽ വേദന കൊടുത്താൽ, ഇപ്പോൾ ബോധം കെട്ട് കിടക്കുന്ന വ്യക്തിക്ക് എത്രത്തോളം ഡീപ്പാണ് അൺകോൺഷ്യസ്നെസ് എന്ന് നമ്മൾ നോക്കാനായിട്ട് നമ്മൾ 2-3 രീതികൾ നോക്കാറുണ്ട്. ഒന്ന്, പേഷ്യൻ്റ് അടുത്ത് ചെന്ന് പേഷ്യൻ്റ് വിളിക്കും, ഉറക്കെ പേര് വിളിക്കുക, അല്ലെങ്കിൽ തട്ടി വിഗറസായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്ത് വിളിക്കുക. ഇതിലൊന്നും എഴുന്നേക്കുന്നില്ലെങ്കിൽ നമ്മൾ നെഞ്ചിലെ എല്ലുള്ള ഭാഗങ്ങളിൽ നമ്മുടെ നക്കിൾസ് കൊണ്ട് അമർത്തി ഇച്ചിരി വേദന കൊടുത്ത് പേഷ്യൻ്റ് എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കും. അപ്പോൾ അങ്ങനത്തെ അവസ്ഥയിൽ സാധാരണ ആളുകളൊക്കെ ചെറിയ ഉറക്കത്തിലൊക്കെ കിടക്കുന്നവർ പെട്ടെന്ന് എഴുന്നേൽക്കണം. പക്ഷേ നല്ല ഡീപ്ലി അൺകോൺഷ്യസ് ആയിട്ടുള്ള ഇല്ലെങ്കിൽ കോമ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുമ്പോൾ വേദന കൊടുത്താലും പേഷ്യൻ്റ് ഉണർന്ന് കണ്ണ് തുറന്ന് എന്താണെന്ന് ചോദിക്കണമെന്നില്ല. അപ്പോൾ അങ്ങനത്തെ അവസ്ഥയിൽ പിന്നെയും നമുക്ക് ക്യാരക്ടറൈസ് ചെയ്യാൻ പറ്റും. ചെറിയ അതിൽ ഇനിയും കുറച്ചുകൂടെ ഭേദപ്പെട്ട കോമകളിൽ പേഷ്യൻ്റ് കണ്ണ് തുറന്ന് എന്താണെന്ന് ചോദിച്ചില്ലെങ്കിൽ കൂടി കൈയും കാലും അനക്കി ഈ വേദന കൊടുക്കുന്ന ഡോക്ടറെ അവിടെ നിന്ന് തള്ളാൻ ശ്രമിക്കും. ഇപ്പോൾ നമ്മളിപ്പോൾ വേദനിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ കൈ കൊണ്ട് പേഷ്യൻ്റ് തള്ളണം, അതാണ് ഒരു നോർമൽ റെസ്പോൺസ്. പക്ഷേ നല്ല കോമയിലുള്ള പേഷ്യൻ്റ് അല്ലെങ്കിൽ അബോധാവസ്ഥയിലിരിക്കുന്ന പേഷ്യൻ്റ് അതിന് പോലും ആകണമെന്നില്ല. അപ്പോൾ നമ്മളൊരു പേഷ്യൻറ്റിനെ നോക്കുമ്പോൾ ഇതൊക്കെ നമുക്ക് വ്യത്യാസപ്പെടുത്തി അറിയാൻ പറ്റും. ഇത് അബോധാവസ്ഥ തന്നെയാണോ ഉദ്ദേശിച്ചിരിക്കുന്നത് അതോ വേറെ എന്തെങ്കിലും ആണോ, അബോധാവസ്ഥയിൽ എത്രത്തോളം ഗ്രേഡ് ഉണ്ട്, എത്രത്തോളം ഡീപ്പാണ് കോമ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അടുത്ത ചോദ്യം, അതായത് എങ്ങനെയാണ് നമ്മളൊരു പേഷ്യൻ്റെ ബോധക്കേടായിട്ട് കൊണ്ടുവന്നിരിക്കുന്നു, നമ്മളത് എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുന്നത്, എന്തൊക്കെയാണ് അസുഖങ്ങൾ നമ്മൾ സംശയിക്കേണ്ടത്, എങ്ങനെയാണ് അതിനെ തരംതിരിക്കുന്നത്. മൊത്തത്തിൽ പറഞ്ഞാൽ 2 രീതിയിലാണ് നമ്മൾ 2 ബ്രോഡായിട്ടുള്ള വ്യത്യാസപ്പെട്ട കാരണങ്ങൾ കൊണ്ട് അബോധാവസ്ഥ ഉണ്ടാവാം. ഒന്ന്, ബ്രെയിനിനെ ബാധിക്കുന്ന അസുഖങ്ങൾ അബോധാവസ്ഥ ഉണ്ടാക്കാം. അതുപോലെ തന്നെ ഹൃദയത്തെ ബാധിക്കുന്ന അസുഖങ്ങളും അബോധാവസ്ഥയിലേക്ക് നയിക്കാം. അപ്പോൾ ഇത് രണ്ടും പല രീതിയിൽ വരാം, പതുക്കെയുള്ള രീതിയിൽ ഇവോൾവ് ചെയ്ത് വരാം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് പെട്ടെന്നുള്ള അൺകോൺഷ്യസ്നെസ് ആണ്. അതായത് പെട്ടെന്ന് ബ്രെയിനിന് എന്തെങ്കിലും സംഭവിച്ചു ഇല്ലെങ്കിൽ പെട്ടെന്ന് ഹാർട്ടിന് എന്തെങ്കിലും സംഭവിച്ചിട്ട് പേഷ്യൻ്റ് അൺകോൺഷ്യസ് ആവുന്ന കണ്ടീഷൻസാണ് നമ്മളിന്ന് സംസാരിക്കുക. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പറയുന്നത്, ഇപ്പോൾ തരംതിരിക്കുകയാണെങ്കിൽ ബ്രെയിനിനെ ബാധിച്ച് പെട്ടെന്ന് അൺകോൺഷ്യസ് ആവുന്നത് ഒരുപാട് കാരണങ്ങളുണ്ടെങ്കിലും 2 ആയിട്ട് അവിടെയും തരംതിരിക്കാം. ഒന്ന്, സ്ട്രോക്ക് തന്നെയാണ്. തലച്ചോറിൻ്റെ രക്തക്കുഴൽ തലച്ചോറിന് ഭക്ഷണം
കാരണവും തലച്ചോറിന് ഓക്സിജനും കൊണ്ടുപോകുന്ന രക്തക്കുഴലുകൾ അടഞ്ഞു പോവുകയോ ഇല്ലെങ്കിൽ അത് പൊട്ടിപ്പോവുകയോ ചെയ്താൽ പേഷ്യൻ്റ് പെട്ടെന്ന് അൺകോൺഷ്യസ് ആവാം. അതുപോലെ തന്നെ തലച്ചോറിന് തലച്ചോറിൻ്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി, ഒരുപാട് ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഉള്ള ഒരു അവയവമാണ് തലച്ചോറ്. ആ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റിയിൽ ഒരു ഡിസ്ഫങ്ഷൻ, പെട്ടെന്ന് അത് കൂടുകയോ ഇല്ലെങ്കിൽ അതിലെന്തെങ്കിലും വ്യത്യാസങ്ങൾ വരികയാണെങ്കിലും പേഷ്യൻ്റ് ബോധം കെട്ട് വീഴാം. അത് മെജോറിറ്റിയും അല്ലെങ്കിൽ സീഷറിൻ്റെ കാറ്റഗറിയിൽ വരുന്നതാണ്. അപ്പോൾ തലച്ചോറിനെ ബാധിക്കുന്ന ഈ 2 കാറ്റഗറി അസുഖങ്ങളിലാണ് മെജോറിറ്റിയും പെട്ടെന്നുള്ള ഒരു അബോധാവസ്ഥ വരുന്നത്. ഇതിൽ ഈ സ്ട്രോക്ക് എന്ന് പറയുന്ന സംഗതിയിൽ പെട്ടെന്ന് അബോധാവസ്ഥ വരാം, പെട്ടെന്ന് സംസാരം നിന്ന് പോകാം, പെട്ടെന്ന് അൺഅവെയർ ആവാം. അപ്പോൾ അങ്ങനെ പല വെറൈറ്റി സംഗതികൾ സ്ട്രോക്കിലുണ്ടാകും. അതേപോലെ ഹൃദയത്തെ ബാധിക്കുന്ന അസുഖങ്ങളിലും പെട്ടെന്ന് അൺകോൺഷ്യസ് ആവാം. അപ്പം നാട്ടുകാരിങ്ങനെ ആലോചിക്കും, ഹൃദയത്തെ ബാധിക്കുന്ന അവയവം എങ്ങനെ ഒരു കണ്ടീഷൻ എങ്ങനെ അൺകോൺഷ്യസ്നെസ് ഉണ്ടാക്കാം. അത് വരുന്നത് ഹൃദയമാണ് നമുക്ക് ബോഡിയിൽ എല്ലായിടത്തേക്കും ബ്ലഡ് പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ബ്ലഡ് എത്തുന്നതുകൊണ്ടാണ് നമ്മുടെ ബാക്കി അവയവങ്ങളൊക്കെ കറക്റ്റായിട്ട് പ്രവർത്തിക്കുന്നത്, ഇൻക്ലൂഡിങ് ബ്രെയിൻ ആയാലും കിഡ്നി ആയാലും എല്ലാ അവയവങ്ങൾക്കും കറക്റ്റായിട്ട് ബ്ലഡ് എത്തിക്കൊണ്ടിരുന്നാൽ മാത്രമേ അവയവങ്ങൾക്ക് ജീവിച്ചിരിക്കാനും അതിൻ്റെ ഫംഗ്ഷൻസ് നിറവേറ്റാനും പറ്റൂ. ഹൃദയം എന്തെങ്കിലും ഒരു പ്രശ്നം കാരണം നിന്ന് കഴിഞ്ഞാൽ ഈ ബ്ലഡ് ഫ്ലോ നിൽക്കുകയും ഈ ബ്ലഡ് എത്താത്തത് കാരണം ബ്രെയിനിൻ്റെ പ്രവർത്തനം നിലച്ചു പോവുകയും ചെയ്യും. അപ്പോൾ അൺകോൺഷ്യസ് ആവാം, അബോധാവസ്ഥയിലേക്ക് പോകാം. അപ്പോൾ അത്ര പെട്ടെന്ന് ഹാർട്ടിൻ്റെ പ്രവർത്തനം നിൽക്കുന്ന കണ്ടീഷൻസിലെ ഹാർട്ട് കാരണം ഇല്ലെങ്കിൽ ഹാർട്ടിൻ്റെ പ്രശ്നം കാരണം ബ്രെയിനിൽ പ്രശ്നം വരാറുള്ളൂ. ഒരു ഉദാഹരണം സഡൻ കാർഡിയാക് അറസ്റ്റ് എന്ന് പറയുന്നത്. അതായത് പെട്ടെന്നൊരു കാരണം കൊണ്ട് ഹാർട്ടിൻ്റെ പ്രവർത്തനം സഡനായിട്ട് നിലയ്ക്കുകയാണെങ്കിൽ, അത് ഹാർട്ടിൻ്റെ ബീറ്റിംഗ് സഡൻ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ ബ്ലഡ് ഫ്ലോ നിൽക്കുകയും ബ്രെയിൻ ഒരു നിമിഷങ്ങൾക്കകം ബ്രെയിൻ അതിൻ്റെ ഫങ്ഷൻസൊക്കെ തുറന്ന് കൊണ്ടുപോകാൻ പറ്റാതെ ഓഫായി പോകും. അപ്പോൾ ആൾ ബോധം കെട്ട് വീഴും. അപ്പോൾ ഇങ്ങനൊരു കേസും വരുന്നത് ബോധമില്ലാതായി എന്ന് പറഞ്ഞായിരിക്കും ഹോസ്പിറ്റലിൽ വരുന്നത്. അപ്പോൾ നമ്മൾ പേഷ്യൻറ്റിനെ അപ്രോച്ച് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ നോക്കുന്നത് ഇത് തലച്ചോറിൻ്റെ പ്രശ്നമാണോ അതോ ഹാർട്ടിൻ്റെ പ്രശ്നമാണോ എന്ന് അറിയാനായിട്ട് ഒരുപാട് ക്ലൂസ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങൾ അന്വേഷിച്ചിട്ടാണ് നമ്മൾ കണ്ടെത്തുന്നത്. പക്ഷേ ഹാർട്ടിലെ പ്രശ്നത്തിലും ഇതുപോലെ അബോധാവസ്ഥ പെട്ടെന്ന് വരാം. അപ്പോൾ ഹാർട്ടിൽ സഡൻ കാർഡിയാക് അറസ്റ്റ് വരുന്നത് 2-3 കണ്ടീഷൻസിലാണ്. ഒന്ന്, ഹാർട്ടിൻ്റെ താളം അസുഖങ്ങളുള്ളവർക്ക് ഹാർട്ട് പെട്ടെന്ന് നിന്ന് പോകാം. അതുപോലെ തന്നെ നമ്മളെല്ലാവർക്കും അറിയാവുന്ന കൊറോണറി ആർട്ടറി ഡിസീസ്, ഹാർട്ട് അറ്റാക്ക് വരുന്ന ഹാർട്ടിൻ്റെ തന്നെ രക്തക്കുഴലുകളുടെ അസുഖത്തിലും പെട്ടെന്ന് കാർഡിയാക് അറസ്റ്റ് വരാം. അപ്പോൾ അതുപോലെ വേറെയും, ഇതൊക്കെ ഞാൻ അത് ബ്രോഡായിട്ടുള്ള ഉദാഹരണങ്ങൾ പറയുകയാണ്. പക്ഷേ ഒരുപാട് അസുഖങ്ങളിൽ ഹാർട്ട് ബാധിക്കപ്പെട്ട് ഹാർട്ട് പെട്ടെന്ന് നിന്ന് പോകാം. ഒരു ചെറിയ എക്സാമ്പിൾ, ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഇപ്പോഴത്തെ പബ്ലിക് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു പ്രശ്നമാണ് നമ്മുടെ ഡെങ്കു ഫീവർ. അപ്പോൾ അതുപോലത്തെ ഡെങ്കു പോലത്തെ പനികൾ ചിലപ്പോൾ സീരിയസ് ആവുന്ന കണ്ടിരിക്കാം. അത് മെജോറിറ്റി കേസസിൽ ഡെങ്കു പനിയൊന്നും കുഴപ്പമില്ല. ചില സമയത്ത് ഡെങ്കു പനിയൊക്കെ സീരിയസ് ആവാറുണ്ട്. അതിലൊരു ഉദാഹരണം ഡെങ്കു മയോകാർഡൈറ്റിസ് എന്നൊക്കെ പറയും. ഡെങ്കു വന്നിട്ട് ഹാർട്ടിൻ്റെ ചുമരിനെ ബാധിച്ച് പെട്ടെന്ന് ഹാർട്ട് നിന്ന് പോകാം, ഹാർട്ടിൻ്റെ താളം തെറ്റിപ്പോവാം. അപ്പോൾ അങ്ങനെ വരുമ്പോഴൊരു ഒരു കാർഡിയാക് അറസ്റ്റ് വരാം. അപ്പോൾ ഡെങ്കുവിൽ ഇത് സാധാരണമല്ല, വളരെ വളരെ റെയർ ആണ്. ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. അങ്ങനെ ഒരുപാട് കണ്ടീഷൻസിൽ ഹാർട്ടിൻ്റെ ഫംഗ്ഷൻ നിന്നാലും പേഷ്യൻ്റ് പെട്ടെന്ന് അൺകോൺഷ്യസ്നെസ്സിലേക്ക് വരാം. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ തരംതിരിക്കുന്നത്? ഹാർട്ടിൻ്റെ അസുഖങ്ങൾ, ബ്രെയിനിൻ്റെ അസുഖങ്ങൾ. അപ്പോൾ അത് ഒരു രോഗി അൺകോൺഷ്യസ് ആയിട്ട് വരുമ്പോൾ നമ്മൾ ഇതൊക്കെ ആയിരിക്കും നോക്കുന്നത്. ഇതിൽ എന്ത് കാറ്റഗറി അല്ലെങ്കിൽ എന്ത് അസുഖത്തിലാണ് രോഗി ബോധം കെട്ടിരിക്കാൻ ചാൻസ് എന്ന് നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. പെട്ടെന്നുള്ള ബോധക്ഷയത്തെക്കുറിച്ചാണ് ആരോഗ്യ വാർത്തകൾ ചർച്ച ചെയ്യുന്നത്. ചർച്ച തുടരും ഇടവേളയ്ക്ക് ശേഷം. പ്രപഞ്ചശക്തികളുടെ പ്രഭവ കേന്ദ്രങ്ങളാണ് ക്ഷേത്രങ്ങൾ. ക്ഷേത്രദർശനം ശരീരത്തിനെ ഊർജ്ജസ്വലമാക്കുന്നു, മനസ്സിനെ നിർമ്മലമാക്കുന്നു. ഓരോ ദേശത്തിന്റെയും സംസ്കാരത്തിന്റെയും ജീവിത രീതികളുടെയും അടിത്തറയാണ് ക്ഷേത്രങ്ങൾ. ക്ഷേത്രാചാരങ്ങളും ഐതിഹ്യങ്ങളും വിശ്വാസങ്ങളും അറിഞ്ഞുകൊണ്ട് പുണ്യവീഥികളിലൂടെ ഒരു പ്രദക്ഷിണം. എല്ലാ ഞായറാഴ്ചയും രാവിലെ 7 മണിക്ക് പ്രദക്ഷിണം. പെട്ടെന്നുള്ള ബോധക്ഷയത്തെക്കുറിച്ചാണ് ആരോഗ്യ വാർത്തകൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം SK ആശുപത്രിയിലെ കൺസൾട്ടന്റ് ന്യൂറോളജിസ്റ്റായ ഡോക്ടർ L. അനീഷാണ്. ഡോക്ടർ, ഈ പക്ഷാഘാതത്തിൻ്റെ ഭാഗമായി പലപ്പോഴും ബോധക്ഷയം വരാറുണ്ടെന്ന് താങ്കൾ പറഞ്ഞു. ഇത്തരത്തിലുള്ള ബോധക്ഷയം വീട്ടുകാർക്ക് എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും? അവർക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഗതിയാണ്. പലപ്പോഴും പല കാരണങ്ങൾ കൊണ്ടും അൺകോൺഷ്യസ് ആവാമെങ്കിലും ഈ സ്ട്രോക്ക് കാരണമുള്ള അൺകോൺഷ്യസ്നെസ് നേരത്തെ കണ്ടുപിടിക്കുന്നത് നല്ലതാണ്. നേരത്തെ കണ്ടുപിടിച്ചാൽ അതിന് പുതിയതായിട്ട് വന്നിരിക്കുന്ന പല ചികിത്സകളും നമുക്ക് നേരത്തെ തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് അത് സസ്പെക്റ്റ് ചെയ്യുന്നത്? ഒന്ന്, ഈ റിസ്ക് ഫാക്ടേഴ്സ്, അതായത് ഒരു ഹാർട്ട് അറ്റാക്ക് വരാൻ റിസ്ക് ഫാക്ടേഴ്സ് ഉള്ള വ്യക്തിയാണ് ഈ വീണ് കിടക്കുന്നതെങ്കിൽ നമ്മൾ പെട്ടെന്ന് അലേർട്ട് ആവുന്നതാണ് നല്ലത്. ഉദാഹരണത്തിന് ഏറ്റവും പ്രധാനമായിട്ട് നല്ല പ്രായമുള്ള വ്യക്തിയാണ്, അതൊരു ഫാക്ടർ. 2, BP, ഷുഗർ അങ്ങനത്തെ അസുഖങ്ങളുള്ള, ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക് പോലുള്ള അസുഖങ്ങൾ ഉണ്ടാക്കാൻ ടെൻഡൻസി ഉള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഉള്ള വ്യക്തിയാണെങ്കിൽ, BP, ഷുഗർ, കൊളസ്ട്രോൾ,
ഇതൊക്കെ ഒരു സീരിയസ് അസുഖത്തിനെ സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഒരു പ്രയർ കാർഡിയാക് അസുഖം വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്കോ സ്ട്രോക്കോ മുമ്പ് വന്നിട്ടുണ്ട്, അതിന് മരുന്ന് കഴിക്കുന്ന വ്യക്തികൾ ആണ്, അതിലാരെങ്കിലും ആണ് ബോധം കെട്ട് കിടക്കുന്നുണ്ട്, എഗെയിൻ നമ്മൾ അത് തന്നെ മതി ഇതൊരു സ്ട്രോക്ക് ആണോ എന്ന് സംശയിക്കാനായിട്ട്. രണ്ടാമത്, ഈ ബോധം കെട്ട് കിടക്കുന്ന വ്യക്തിയെ ഒബ്സർവ് ചെയ്താൽ തന്നെ ചില വ്യത്യാസങ്ങൾ നാട്ടുകാർക്ക് മനസ്സിലാവും. ഒരാൾ ബോധം കെട്ട് കിടക്കുമ്പോഴത്തേക്കും സമാധാനത്തോടെ നോക്കാനായിട്ട് പലർക്കും പറ്റില്ല, ടെൻഷനായിട്ട് പെട്ടെന്ന് ആശുപത്രിയിലേക്ക് വരും. അതായിക്കോട്ടെ, അത് നല്ലത് തന്നെയാണ്. പക്ഷേ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. കാര്യം നിങ്ങൾ പേഷ്യൻറ്റിനെ കൊണ്ടുവരുമ്പോൾ നിങ്ങളുടെ അടുത്തായിരിക്കും ചോദിക്കുന്നത്, ബോധം കെട്ട് വീണപ്പോൾ ഇങ്ങനെ ഉണ്ടായിരുന്നോ അങ്ങനെ ഉണ്ടായിരുന്നോ, നമ്മൾ പല കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. അത് ശ്രദ്ധിക്കാൻ പറ്റിയാൽ നന്നായിരിക്കും. ഒന്ന്, ബോധം കെട്ട് കിടക്കുമ്പോൾ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു വശം എന്തെങ്കിലും അസിമെട്രി ഉണ്ടോ എന്നുള്ളത്. അതായത് ഇപ്പോൾ അബോധാവസ്ഥയിലിരിക്കുന്ന എല്ലാവരും കൈയും കാലും ഒന്നും അനക്കാതെ ഫ്ലാസിഡായിട്ട് കിടക്കണമെന്നില്ല. അബോധാവസ്ഥയാണെങ്കിൽ വിളിച്ചാൽ എഴുന്നേൽക്കുന്നില്ല, പക്ഷേ കൈയും കാലും പലപ്പോഴും അനക്കും. അപ്പോൾ അങ്ങനെ അനക്കുന്ന രീതിയിലുള്ള ചെറിയ അബോധാവസ്ഥയാണെങ്കിൽ ഏതെങ്കിലും ഒരു വശം മാത്രം, ഇപ്പോൾ വലത് കൈയും ഇടത് കൈയും നമ്മൾ അറിയാതെ അനക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സൈഡ് മാത്രം വ്യക്തമായിട്ട് അനക്കുന്നില്ല. ഇപ്പോൾ ഇടത് കൈയും കാലും മാത്രം അത്രത്തോളം അനക്കുന്നില്ല. വലത് കൈയും കാലും കൊണ്ട് നന്നായിട്ട് അനക്കുന്നു, തള്ളാൻ ശ്രമിക്കുന്നു, പക്ഷേ ഇടത് കൈയും കാലും അത്രയും അനക്കുന്നില്ല. ഇല്ലെങ്കിൽ ഒരു വശം മാത്രം ഇച്ചിരി ടൈറ്റായിട്ടിരിക്കുന്നു, ഇല്ലെങ്കിൽ രണ്ട് കൈയും വളരെ ടൈറ്റായിട്ടിരിക്കുന്നു. ബോധമില്ലാതെ കിടക്കുന്ന വ്യക്തിയെ അനക്കാൻ ശ്രമിക്കുമ്പോഴേക്ക് കൈയും കാലും വളരെ ടൈറ്റാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ പറ്റിയാൽ രോഗം എന്താണ്, അണ്ടർലൈങ് പ്രശ്നം എന്താണെന്നുള്ളതൊരു പോയിൻ്ററാണ്. പലപ്പോഴും സ്ട്രോക്കിലൊക്കെയാണ് ഒരു വശം ഇച്ചിരി മൂവ്മെൻറ്റ് കുറഞ്ഞിരിക്കുന്നത്. പിന്നെ ഈ അബോധാവസ്ഥ മാത്രമല്ലാതെ വേറെ ചില അവസ്ഥകളുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു അവസ്ഥയാണ് അഫേസിയ എന്ന് പറയുന്നത്. അതായത് പേഷ്യൻ്റ് ബോധമുണ്ട്, പക്ഷേ പേഷ്യൻറ്റ് സംസാരിക്കാൻ പറ്റുന്നില്ല. അതായത് പേഷ്യൻറ്റ് തൊട്ട് മുമ്പ് വരെ നോർമലായിട്ടിരുന്ന് സംസാരിച്ചുകൊണ്ടിരുന്നു, പക്ഷേ ഈ ഒരു ഇവൻറ്റിന് ശേഷം പേഷ്യൻറ്റ് നമ്മൾ പറയുന്നൊന്നും മനസ്സിലാവുന്നില്ല, പേഷ്യൻ്റ് ഒന്നും ഇങ്ങോട്ട് പറയാനും പറ്റുന്നില്ല. ഇതിൻ്റെ ചെറിയ ഫോംസ് ഉണ്ട്. അതായത് നമ്മൾ പറയുന്ന കുറച്ചൊക്കെ അങ്ങ് മനസ്സിലാവുന്നുണ്ട്, പക്ഷേ പേഷ്യൻറ്റ് തിരിച്ചിങ്ങോട്ട് പറയാൻ പറ്റുന്നില്ല. നമ്മളിപ്പം എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് വിഷമത്തോടെ നമ്മൾ നോക്കുന്നു, പക്ഷേ എന്താണെന്ന് പറയാൻ പറ്റുന്നില്ല. നാക്ക് നീട്ടാൻ പറഞ്ഞാൽ പേഷ്യൻ്റ് അത് മനസ്സിലാക്കിയിട്ട് നാക്ക് നീട്ടും, പക്ഷേ നമ്മൾ ഫ്രണ്ടിലിരിക്കുന്ന വസ്തുക്കളുടെ പേര് പറയാനോ ഇല്ലെങ്കിൽ ആളുകളോട് സംസാരിക്കാനോ പറ്റാത്ത അവസ്ഥ. ഇതിൻ്റെ വേറെ ഒരു വേരിയൻ്റ് ഉണ്ട്. പേഷ്യൻ്റ് നമ്മൾ പറയുന്നത് മനസ്സിലാവുന്നില്ല, പേഷ്യൻ്റ് പിച്ചും പെയ്യും പെട്ടെന്ന് പറയാൻ തുടങ്ങുന്ന അവസ്ഥ. അങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ലാംഗ്വേജ്, അതായത് ഭാഷ ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള ഡിഫിക്കൽട്ടി. പെട്ടെന്ന് ബോധം കുറഞ്ഞിട്ടില്ലെങ്കിൽ കൂടി പേഷ്യൻ്റ് എന്താണ് നമ്മൾ ഫ്രണ്ടിൽ സംസാരിക്കുന്നതൊന്നും മനസ്സിലാവുന്നില്ലെങ്കിൽ, ഒരു പ്രത്യേക പ്രായമൊക്കെ ആയി കഴിഞ്ഞിട്ട് ആണ് വരുന്നതെങ്കിൽ ഇത് സ്ട്രോക്ക് ആയിരിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് വളരെ നേരത്തെ പിക്ക് ചെയ്ത് ശ്രദ്ധിച്ച് ഹോസ്പിറ്റലിൽ എത്തുന്നത് നല്ലതാണ്. ഈ അൺകോൺഷ്യസ്നെസ്സിൽ വേറെയും കുറേ ലക്ഷണങ്ങളുണ്ട് ഒരു ഡേഞ്ചർ സൈനായിട്ട് നമുക്ക് കണക്കാക്കാവുന്നത്. അതിലൊരെണ്ണം വോമിറ്റിംഗ് ആണ്. അതായത് ബോധം കെട്ട് വീണു, അതിനുശേഷം റിക്കറൻ്റ് ആയിട്ട് വോമിറ്റ് ചെയ്യുന്നു, ഇല്ലെങ്കിൽ 2-3 വട്ടം വോമിറ്റ് ചെയ്തിട്ട് ഉടനെ ബോധം കെട്ട് വീണു, പിന്നെ എണീറ്റേറ്റേ ഇല്ല എന്നൊക്കെ പറയുമ്പോൾ തലച്ചോറിലേക്ക് രക്തസ്രാവം വന്നിരിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു പോയിൻ്ററാണ്. ആയിരിക്കണമെന്നില്ല, പക്ഷേ പല രക്തസ്രാവങ്ങളിലും, അതായത് ഈ ബ്രെയിനിലെ പല ഭാഗങ്ങളിലും ബ്ലീഡിങ് വരുന്ന അവസ്ഥകളിൽ പെട്ടെന്ന് ഒരു വോമിറ്റിങ്ങിൻ്റെ കൂടെ ചേർന്നിട്ടാണ് ഒരു അൺകോൺഷ്യസ്നെസ് വരുന്നത്. പിന്നെ അൺകോൺഷ്യസ് ആയതിൻ്റെ കൂടെ ഒരു ജന്നി വരുന്നു. അൺകോൺഷ്യസ് ആയി വീണു, കുറച്ച് ഒരു 1-2 മിനിറ്റ് ഇല്ലെങ്കിൽ 1-2 സെക്കൻഡ് കഴിഞ്ഞിട്ട് പേഷ്യൻ്റ് ജന്നി പോലെ ഒരു വശം ഇല്ലെങ്കിൽ 2 വശം വെട്ടുന്നു. ഡെഫിനറ്റ്ലി ബ്രെയിനിലൊരു സീരിയസ് പ്രോബ്ലം ഉണ്ടെന്നുള്ള ലക്ഷണം തന്നെയാണ് പെട്ടെന്ന് കൊണ്ടുവരാം. അപ്പോൾ ഇതൊക്കെയാണ് ഒരു സ്ട്രോക്കിൻ്റെ പോയിന്റേഴ്സ്, അല്ലെങ്കിൽ ഒരു സ്ട്രോക്ക് പോലെ മാരകമായിട്ടുള്ള അസുഖമാണെന്നുള്ള പോയിന്റേഴ്സ്. ഇത് നാട്ടുകാർ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഡോക്ടർ, ഈ പലപ്പോഴും ബോധക്ഷയം വന്ന് നടക്കുന്ന ഒരാളെ രക്ഷിക്കാനായിട്ട് പലരും ചെയ്യുന്ന കാര്യങ്ങൾ ദോഷമായി മാറാറുണ്ട്. ശരിക്കും എന്തൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും, എന്തൊക്കെ ചെയ്യാൻ പാടില്ല? ഇതും ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് സംഗതിയാണ്. അൺകോൺഷ്യസ് ആകുമ്പോഴത്തേക്കും നമ്മുടെ നാട്ടിലെല്ലാവർക്കും പല കാര്യങ്ങളൊക്കെ അറിയാം, പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തും. അത് നല്ല കാര്യമാണ്. സ്വയം ആലോചിച്ച് തീരുമാനിച്ചുകൊണ്ടിരിക്കാതെ ഹോസ്പിറ്റലിൽ കൊണ്ടെത്തി ഡോക്ടേഴ്സ് തീരുമാനിക്കുന്നതാണ് ഇല്ലെങ്കിൽ കണ്ടെത്തുന്നതാണ് പേഷ്യൻ്റ് എന്തായാലും നല്ലത്. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് വീട്ടിൽ പല കാര്യങ്ങളും പേഷ്യൻ്റെ റിലേറ്റീവ്സോ ഇല്ലെങ്കിൽ വീട്ടിലുള്ളവർ ചെയ്യാൻ ശ്രമിക്കും. ചിലത് നല്ലതാണ്, ചിലത് ശരിയാവുന്നില്ല. അപ്പോൾ അത് ഒന്ന് വിവരിക്കാം. ഇപ്പോൾ ഒരു ഉദാഹരണം, നമ്മൾ നാട്ടിൽ സാധാരണ കാണുന്ന ഒരു സംഗതി, ജന്നി വരുന്ന സമയത്ത് പേഷ്യൻ്റ് ബോധം കെട്ട് വീഴും, കൈയും കാലും വെട്ടി കിടക്കുമ്പോൾ പഴയ ഒരു കോൺസെപ്റ്റാണ് താക്കോൽ എവിടെയെങ്കിലും എടുത്തുകൊണ്ട് കൊടുക്കുക അല്ലെങ്കിൽ ഇരുമ്പ് കൊണ്ടു കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ അതിനുവേണ്ടി ടൈം സ്പെൻഡ് ചെയ്ത് താക്കോൽ തപ്പിപ്പോകുന്നത് തന്നെ ഒരു മണ്ടത്തരമാണ്. അതിനുവേണ്ടി നമ്മൾ ആ നേരത്ത് പേഷ്യൻറ്റിനെ ഒന്ന് ശ്രദ്ധിക്കുകയും പേഷ്യൻ്റ് ആശുപത്രിയിൽ എത്തിക്കുന്നതാണ് നല്ലത്. താക്കോൽ എടുത്ത് കൊടുക്കുന്നുണ്ട് ഒരു പ്രയോജനമില്ല. അതുപോലെ ചിലർ ഇരുമ്പ് കൊടുക്കുകയാണെന്ന് പറഞ്ഞിട്ട് താക്കോൽ കിട്ടിയില്ലെങ്കിൽ കത്തിയൊക്കെ എടുത്ത് കയ്യിൽ കൊടുക്കുന്ന അവസ്ഥ വന്നിട്ടുണ്ട്. കത്തിയുടെ ഇരുമ്പല്ലേ എന്നൊക്കെ പറഞ്ഞെടുത്ത് കൊടുക്കുക. അതൊക്കെ വളരെ ഡേഞ്ചറസ് ആണ്. കാര്യം ജന്നി വന്ന് കൈ വെട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് നമ്മളൊരു ഷാർപ്പ് ഓബ്ജക്റ്റ് കയ്യിൽ വെച്ച് കൊടുക്കുമ്പോൾ അത് കാരണമുള്ള ഇഞ്ചറിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും ബാക്കി വരുന്നത്. അപ്പോൾ അതൊരു മിസ്കൺസെപ്ഷനാണ്. അങ്ങനെ ചെയ്യുന്നതിൽ ഒരു പോയിൻറ്റും ഇല്ല, അത് ചെയ്യരുത്. രണ്ടാമത്തെ സംഗതി, ഇത് നമ്മൾ വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് ഒരു കാഷ്വാലിറ്റിയിൽ പേഷ്യൻ്റ് വരുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന ഇല്ലെങ്കിൽ നമ്മൾ കേൾക്കുന്ന, അതായത് പേഷ്യൻ്റ് റിലേറ്റീവ്സ് ഇതൊക്കെ പറയുന്നത് പേഷ്യൻ്റ് വേണ്ടി കറക്റ്റായിട്ട് ചെയ്തു, അവർക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്തു എന്ന് പറയുന്ന രീതിയിലാണ്. പക്ഷേ ഇത് ആക്ച്വലി ഗുണത്തിനേക്കാളും ദോഷം ചെയ്യുന്ന സംഗതിയാണ്. ദോഷം ചെയ്യുന്ന രണ്ടാമത്തെ സംഗതി, ബോധം കെട്ട് വീണ ഉടനെ വായിലേക്ക് വെള്ളം എടുത്ത് ഒഴിച്ചു കൊടുക്കുന്ന
ടെൻഡൻസി നമ്മുടെ നാട്ടുകാർക്കുണ്ട്. അതായത് പേഷ്യൻ്റ് വെള്ളം കിട്ടാതെ വീണതായിരിക്കും, ഇല്ലെങ്കിൽ ഷുഗർ കുറഞ്ഞു പോയിട്ട് വീണതായിരിക്കും എന്ന് പറഞ്ഞ് അൺകോൺഷ്യസ് ആയ ഉടനെ എവിടെയെങ്കിലും കുറേ ഷുഗർ കലക്കി ഇല്ലെങ്കിൽ കുറേ വെള്ളം കൊണ്ടുവന്ന് വായിലേക്ക് ഒഴിച്ചു കൊടുക്കും. അപ്പോൾ ഈ ഫ്ലൂയിഡ് ഇപ്പോൾ നമ്മൾ കോൺഷ്യസ് ആണെങ്കിൽ നമ്മൾ ചുമച്ച് ലങ്സിലേക്ക് പോകാതെ നമ്മൾ തുപ്പും, ഇല്ലെങ്കിൽ കറക്റ്റായിട്ട് വിഴുങ്ങും. അൺകോൺഷ്യസ് ആയിരിക്കുന്ന ഒരു വ്യക്തിക്ക് അത് കറക്റ്റായിട്ട് വിഴുങ്ങാൻ പറ്റണം എന്നില്ല. അപ്പോൾ ഈ കൊടുക്കുന്ന വെള്ളം ഇല്ലെങ്കിൽ സലൈവ ഇതെല്ലാം കൂടി നമ്മുടെ ഫുഡ് പൈപ്പിലേക്ക് പോകാതെ, അതായത് ഈസോഫാഗസ് അതായത് വയറിലേക്ക് എത്തിക്കുന്ന സ്ഥലത്തോട്ട് പോകാതെ ശ്വസിക്കുന്ന ട്യൂബിലേക്ക്, ട്രക്കിയ എന്ന് പറയുന്ന ട്യൂബിലേക്ക് പോകും. അവിടെ പോയി താഴേക്ക് ശ്വാസകോശങ്ങളിലേക്ക് പടർന്നു ചെല്ലും. അപ്പോൾ ഈ തുപ്പലും അതിലുള്ള ബാക്ടീരിയയും ഈ വെള്ളമൊക്കെ അവിടെ ചെന്നാൽ 2-3 ദിവസം കഴിയുമ്പോൾ ന്യൂമോണിയ വരാറുണ്ട്. അപ്പോൾ അതാണ് ഒരു മേജർ പ്രശ്നം. അതായത് ഇപ്പോൾ ഒരു കാർഡിയക് അറസ്റ്റ് ഇല്ലെങ്കിൽ ഒരു സ്ട്രോക്ക് ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം കാരണം അൺകോൺഷ്യസ് ആയ വ്യക്തിക്ക് ഈ ഒരു സംഗതിയും കൂടി, അതായത് ഉള്ള ഫ്ലൂയിഡ് വെള്ളമൊക്കെ കൊടുത്ത് അതെല്ലാം ലങ്സിലേക്ക് ചെന്ന് ഹോസ്പിറ്റലിലെത്തി നമ്മൾ ഇനിഷ്യൽ സ്റ്റേജ് തരണം ചെയ്ത് 2ാമത്തെ ദിവസത്തിലേക്ക് എത്തുമ്പോൾ ന്യൂമോണിയ ഡെവലപ്പ് ചെയ്ത് വരുന്നതായിട്ട് കാണാറുണ്ട്. അപ്പോൾ അത് ഒരു ആളുകളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട സംഗതിയാണ്. അൺകോൺഷ്യസ് ആയ ഉടനെ വെള്ളം എടുത്ത് ഒഴിച്ച് വായിലേക്ക് ഒഴിക്കാൻ ഉള്ള ടെൻഡൻസി നമുക്ക് എല്ലാവർക്കും കാണും. പക്ഷെ അതൊന്ന് ഹോൾഡ് ചെയ്യുക, പേഷ്യൻ്റ് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുക. ഹോസ്പിറ്റലിൽ പോയിട്ട് ഇപ്പോൾ നമുക്കിപ്പോൾ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിയിട്ട് ഷുഗർ നോക്കിയിട്ട് കുറവാണെങ്കിൽ അതിനായിട്ട് സ്റ്റെപ്സ് എടുക്കാം, ഇല്ലെങ്കിൽ എന്താണ് ഫ്ലൂയിഡ് കുറവാണ് ഡ്രിപ്പ് ഇടണം, അതൊക്കെ നമുക്ക് ചെയ്യാം. പക്ഷേ കാരണം എന്താണെന്ന് അന്വേഷിക്കുന്നതിന് മുമ്പ് വായിലേക്ക് വെള്ളം എടുത്ത് ഒഴിക്കുന്ന ആ സിറ്റുവേഷൻ വളരെ ഡേഞ്ചറസ് ആണ്. അത് കാരണം തന്നെ നമുക്ക് പല പേഷ്യൻസിനെയും നഷ്ടപ്പെട്ടു പോകാറുണ്ട്. അപ്പോൾ അത് നാട്ടുകാരുടെ അടുത്ത് പലപ്പോഴും പല ഡോക്ടേഴ്സും പറയാറുണ്ട്. അപ്പോൾ ഈ ഷോയിലും ഞാനത് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ എന്നാൽ ഇതിനൊരു കൗണ്ടർ ഉണ്ട്. അതായത് ചില പേഷ്യൻസ് ഷുഗർ കുറഞ്ഞിട്ട് തന്നെ ആയിരിക്കും ബോധം കെടുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സിനേറിയോയിൽ നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ അത് നമുക്ക് അങ്ങനെയുള്ള സിനേറിയോ ആയിരിക്കണം. അതായത് നമുക്കറിയാം പേഷ്യൻറ്റിന് ഷുഗറുണ്ട്, ഷുഗറിന് മരുന്ന് കഴിക്കുന്നുണ്ട്, നല്ല ഹൈ ഡോസസിലാണ് ഷുഗർ കഴിക്കുന്നത്. ഇന്നലെയൊക്കെ ഷുഗർ കുറഞ്ഞതിൻ്റെ ലക്ഷണങ്ങൾ പുള്ളി പറയുന്നുണ്ടായിരുന്നു. കണ്ണ് മങ്ങുന്നു, മയക്കം പോലെ വരുന്നു, വിയർക്കുന്നു, അങ്ങനെയൊക്കെ ഉള്ളതാണ്. ഷുഗർ ഇന്നലെ നോക്കിയപ്പോഴും ഇച്ചിരി കുറവായിരുന്നു. അങ്ങനെയുള്ളൊരു കേസാണെങ്കിൽ നമുക്ക് വീട്ടുകാർക്ക് ലോജിക്കലി ആലോചിച്ച് ഷുഗർ ഇച്ചിരി ബോധം കുറയുമ്പോൾ തന്നെ ഷുഗർ കലക്കി കൊടുക്കാം. എന്നാൽ അങ്ങനെ ഒന്നും ഹിസ്റ്ററി ഇല്ല, ഷുഗറൊന്നും ഇല്ല, ഒരു കുഴപ്പമില്ലാത്ത ഒരാൾ ബോധം കെട്ട് കിടന്ന ഉടനെ വെള്ളം എടുത്ത് ഒഴിച്ച് കൊടുക്കുന്ന ആ ഒരു ടെൻഡൻസി നമ്മൾ ഒഴിവാക്കണം. പിന്നെ ഏതൊക്കെയാണ് നമ്മൾ അങ്ങോട്ട് ചെയ്യേണ്ടത്, ഇത് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ചെയ്യേണ്ട കാര്യങ്ങൾ, ഇപ്പോൾ ജന്നി വന്ന് കിടക്കുന്ന ഒരു വ്യക്തിയെ ഒരു സൈഡിലോട്ട് ചരിച്ച് കിടത്തുന്നത് നല്ലതായിരിക്കും. അതായത് ഈ ജന്നി വരുന്ന സമയത്ത് വായിൽ ഒരുപാട് ഫ്രോത്ത് വരും, ഈ തുപ്പൽ പോലെയൊക്കെ വന്നിട്ട് അത് ഉള്ളിലേക്ക് ശ്വാസകോശത്തിലേക്ക് ഇറങ്ങി പിന്നെ ന്യൂമോണിയ വരാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ വെളിയിലേക്ക് ഒലിച്ചു പോകാനായിട്ട് ഒരു സൈഡിലേക്ക് ചരിച്ച് കിടത്തുക. പിന്നെ ഡോക്ടർ സമയപരിമിതിയുണ്ട്, അത് കാരണം ഇടപെടുകയാണ്. ദേവജിത്ത് ക്ഷമിക്കുക. പെട്ടെന്നുള്ള ബോധക്ഷയത്തെക്കുറിച്ചായിരുന്നു ആരോഗ്യ വാർത്തകൾ ഇന്ന് ചർച്ച ചെയ്തത്. ചർച്ചയിൽ പങ്കെടുത്തത് തിരുവനന്തപുരം SK ആശുപത്രിയിലെ കൺസൾട്ടന്റ് ന്യൂറോളജിസ്റ്റായ ഡോക്ടർ L. അനീഷാണ്. ഡോക്ടർ വളരെയധികം നന്ദി ആരോഗ്യ വാർത്തകളിൽ പങ്കെടുത്ത് വിവരങ്ങൾ പങ്കുവച്ചത്. നമസ്കാരം. ഇനിയൊരിടവേള. വാർത്തകൾ ഇവിടെ വാൾമുനകളാവുന്നു. ജനപക്ഷ വാർത്തകളുടെ ലോകം. സത്യസന്ധമായ വസ്തുനിഷ്ഠമായ വാർത്തകളുമായി ജനകീയ പ്രശ്നങ്ങളുടെ പരിഹാരത്തിന് എന്നും മുൻപന്തിയിൽ നേരിന്റെ നേർക്കാഴ്ചയുമായി എന്റെ വാർത്ത എത്തുന്നു. ഞായറാഴ്ച രാവിലെ 10 മണിക്ക്. പ്രോസ്റ്റേറ്റ് ക്യാൻസറിന്റെ മൂർച്ഛിച്ച അവസ്ഥയിൽ പുതിയ മരുന്ന് ഉപയോഗിക്കുന്നതിന്റെ ഫലം ലഭിക്കുന്നുണ്ടോ എന്നറിയാൻ പുതിയ രക്തപരിശോധനയുമായി ഗവേഷകർ. രക്തത്തിൽ ക്യാൻസർ DNA-കളെ തിരിച്ചറിയാനാകും. എന്നാൽ ഈ പരിശോധന ഫലപ്രദമാണോ എന്നറിയാൻ കൂടുതൽ പരീക്ഷണങ്ങൾ ആവശ്യമാണെന്ന് ഗവേഷകർ വ്യക്തമാക്കുന്നു. ഒലാപാരിബ് എന്ന മരുന്നിന്റെ 2ാം ഘട്ട പരീക്ഷണത്തിന്റെ ഭാഗമായി 49 പുരുഷന്മാരിൽ നിന്ന് രക്തസാമ്പിളുകൾ ഗവേഷകർ ശേഖരിച്ചിരുന്നു. ഒലാപാരിബ് ഭാവിയിൽ ക്യാൻസറിനുള്ള മരുന്നായി ഉപയോഗിക്കാമെങ്കിലും ഇതെല്ലാവരിലും ഫലപ്രദമാകില്ല എന്നും ഗവേഷകർ പറയുന്നു. UK-യിലെ ക്യാൻസർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഗവേഷകരാണ് കണ്ടെത്തലിന് പിന്നിൽ. പ്രധാന ആരോഗ്യ വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്ത് പനി ബാധിതരുടെ എണ്ണം കൂടുന്നു. ഇന്നലെ മാത്രം ചികിത്സ തേടിയെത്തിയത് 8000 പേർ. മലേറിയ രോഗബാധ വേഗത്തിൽ കണ്ടെത്തുന്നതിന് പുതിയ രക്തപരിശോധനയുമായി ജർമ്മനിയിലെ ഗവേഷകർ. പ്രോസ്റ്റേറ്റ് ക്യാൻസറിന്റെ മൂർച്ഛിച്ച അവസ്ഥയിൽ മരുന്ന് ഉപയോഗിക്കുന്നതിന്റെ ഫലം ലഭിക്കുന്നുണ്ടോ എന്നറിയാൻ പുതിയ രക്തപരിശോധനയുമായി ഗവേഷകർ. ആരോഗ്യ വാർത്തകൾ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ ലഭ്യമാണ്. amardhatv.com/health സന്ദർശിക്കുക. യൂട്യൂബിൽ കാണാൻ youtube.com/amardhatv സന്ദർശിക്കുക. ആരോഗ്യ വാർത്തകൾ വീണ്ടും നാളെ ഉച്ചയ്ക്ക് 12:30. നമസ്കാരം.